ലാവ്ലിൻ ആരോപണത്തിൽ സുധീരന്റെ തുറന്ന കത്തിന് പിണറായി വിജയന്റെ മറുപടി. വിശദമായ വാദം കേട്ടതിനു ശേഷമാണ് കേസിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയത്. കുറ്റാരോപിതർക്കെതിരെ തെളിവില്ല എന്നതുകൊണ്ടാണ് കേസ് റദ്ദാക്കിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നവകേരള മാർച്ചിനോടനുബന്ധിച്ച് എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പിണറായിയുടെ മറുപടി. സുധീരൻ ആദർശധീരതയുടെ മുഖംമൂടി അണിയുകയാണെന്ന് പിണറായി പറഞ്ഞു. ഹിറ്റ്സു മധു എന്ന അബ്കാരി മുതലാളിയുടെ കാർ വർഷങ്ങളോളം ഉപയോഗിച്ചയാളാണ് സുധീരൻ. പുഷ്കരൻ, പൊറ്റക്കാട് ഓമന, എലൈറ്റ് ഗ്രൂപ്പ് തുടങ്ങി ഒട്ടേറെ അബ്കാരികൾക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് സുധീരൻ എന്ന് എല്ലാവർക്കും അറിയാം. ഇതൊന്നും താനോ തൻ്റെ പാർട്ടിയോ പറയാത്തത് മാന്യത കൊണ്ടാണെന്നും പിണറായി പറഞ്ഞു. ഏതോ ഒരു ഹിറ്റ്സ് മധുവോ, ആ മധുവിൻ്റെ കാറായിരുന്നു സുധീരൻ ഉപയോഗിച്ചിരുന്നത്. ഹിറ്റ്സ് മധു എന്ന് പറയുന്നയാൾ വലിയ തോതിലുള്ള അബ്കാരിയാണ്. പിന്നെ പൊറ്റക്കാട്ട് ഓമന, സുധീരൻ അറിയാത്ത പേരാണ്. ഒറ്റക്കാട്ട് ഓമന എന്ന് വെച്ചാൽ ഓമന എന്ന് പറയുന്ന സ്ത്രീയാണെന്ന് ധരിക്കട്ട, അത് സുരേഷാണ്. അതായത് സുധീരനെ പറ്റി ധീര വീര എന്നൊക്കെ വിളിക്കുമ്പോൾ, ഓമനപുത്ര എന്നെല്ലാം വിളിക്കുമ്പോൾ തിരിച്ച് വിളിച്ചിരുന്നത് പിന്നെ ഒറ്റക്കാട്ട് ഓമനയുടെ ഓമനപുത്ര എന്നാ പോലും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ലാവ്ലിൻ കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത്. CBI പ്രോസിക്യൂഷനായ കേസിൽ സംസ്ഥാനം അപ്പീൽ പോയത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പിണറായി ചോദിച്ചു. വിശദമായ വാദങ്ങൾ കേട്ട ശേഷം കോടതി പൂർണ്ണമായും തള്ളിയ കേസാണിത്. കുറ്റം ആരോപിക്കാൻ പോലും പാടില്ലെന്നായിരുന്നു കോടതി കണ്ടെത്തിയത്. സ്വകാര്യമായിട്ട് ഒരു വിധി ഉണ്ടായതല്ല. ആ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ വാദവും പ്രതിവാദവും നടന്നു. അങ്ങനെ വിശദമായ വാദങ്ങൾക്ക് ശേഷം കോടതി ഈ ആരോപിക്കപ്പെട്ട കാര്യത്തിൽ യാതൊരു കഴമ്പുമില്ലാന്ന് കണ്ടെത്തി. അത്തരമൊരു കേസേ നിലവിലില്ലാത്ത അവസ്ഥയിൽ കുറ്റപത്രം തന്നെ റദ്ദ് ചെയ്തു. കോടതിയുടെ പരിശോധനയുടെ ഭാഗമായി ഇത്തരമൊരു കുറ്റം ഞങ്ങളിൽ ആരോപിക്കാൻ പാടില്ല എന്നാണ് കോടതിയുടെ നിലപാട്. അതായത് ഒരു പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്നതും ഇദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം ആരോപിക്കാൻ പാടില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ലാവ്ലിൻ കേസ് ഉയർന്നു വന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ CBIക്ക് കൈമാറി. വിഷയം വീണ്ടും ഉന്നയിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയമാണ്. കേസിലെ നിയമപ്രശ്നങ്ങൾ നിയമപരമായി തന്നെ നേരിടുമെന്നും പിണറായി പറഞ്ഞു. സാലി മുഹമ്മദ്, കൊച്ചി. സോളാർ ബാർ കേസുകളിൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. സരിത കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ പരസ്യപ്രതികരണം നടത്താൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് നേതൃമാറ്റം ആവശ്യപ്പെടാൻ ഐ ഗ്രൂപ്പിലും ആലോചനയുണ്ട്. ചൊവ്വാഴ്ച കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ പ്രതിസന്ധി ബോധ്യപ്പെടുത്താനും ഒരു വിഭാഗം നേതാക്കൾ തയ്യാറെടുക്കുന്നു. സോളാർ കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ ഗൗരവതരമാണെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഐ ഗ്രൂപ്പ് നേതാക്കളും സുധീരൻ അനുകൂലികളും. ചൊവ്വാഴ്ച കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ ഇക്കാര്യം നേരിട്ടറിയിക്കും. ഹൈക്കമാൻഡ് നിർദ്ദേശമുള്ളതിനാലാണ് പരസ്യപ്രതികരണത്തിന് പലരും മുതിരാത്തത്. എന്നാൽ സോളാർ കേസിൽ സരിതയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ പരസ്യപ്രതികരണത്തിനും ഇവർക്കിടയിൽ ധാരണയുണ്ട്. സുധീരന്റെ യാത്രയുടെ സമാപന ചടങ്ങിനായാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നത്. രാഹുലിന്റെ സാന്നിധ്യത്തിൽ KPCC യോഗവും ചേരുന്നുണ്ട്. ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഗ്രൂപ്പ് ഭേദമന്യേ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ചാരക്കേസിൽ കരുണാകരനെ വിമർശിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും നേതാക്കൾ അസംതൃപ്തരാണ്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം വേദനയുണ്ടാക്കുന്നതാണെന്ന് കരുണാകരനോട് അടുപ്പമുണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ പറയുന്നു. സരിതയുടെ വെളിപ്പെടുത്തലുകൾ നിരീക്ഷിച്ച് നേതൃമാറ്റം ആവശ്യപ്പെടാനും ഐ ഗ്രൂപ്പ് ഒരുങ്ങുകയാണ്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജുഡീഷ്യറിയെയും ന്യായാധിപന്മാരെയും വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം. ജുഡീഷ്യറി വിമർശനങ്ങൾക്ക് അതീതമല്ലെന്ന് വിമർശനം. ജുഡീഷ്യൽ സമ്പ്രദായം ശുദ്ധമാണെന്നും ന്യായാധിപന്മാരെ എല്ലാം വിശുദ്ധ പശുക്കളാണെന്ന് കരുതുന്നില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. മന്ത്രി KC ജോസഫിനെതിരായ ഹൈക്കോടതി നടപടിക്ക് പിന്നാലെയാണ് കോൺഗ്രസ് മുഖപത്രത്തിന്റെ മുഖപ്രസംഗം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രി KC ജോസഫിനുമെതിരെ കോടതികളിൽ നിന്നുണ്ടായ ഉത്തരവുകളുടെയും പരാമർശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ജുഡീഷ്യറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. ലെജിസ്ലേറ്റീവിനെയും എക്സിക്യൂട്ടീവിനെയും വിമർശന വിധേയമാക്കാമെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യറിയെ മാത്രം മാറ്റി നിർത്തണമെന്ന ചോദ്യത്തോടെയാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത്. കേസിലെ വിധിന്യായം സംബന്ധിച്ച വിമർശനത്തെക്കാൾ ന്യായാധിപന്മാർ നടത്തുന്ന നിരീക്ഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് ഇന്ന് വിവാദമാകുന്നത്. ജഡ്ജിമാരടക്കമുള്ളവർ അന്തസ്സായി പെരുമാറിയില്ലെങ്കിൽ ജനങ്ങൾക്ക് ജഡ്ജിമാരെ വിമർശിക്കാവുന്നതാണ്. ജനങ്ങളോടുള്ള ബാധ്യത മനസ്സിലാക്കി ചുമതലകൾ നീതിപൂർവ്വം നിർവഹിക്കാൻ ജഡ്ജിമാർ തയ്യാറാവണമെന്ന് വീക്ഷണം പറയുന്നു. ജുഡീഷ്യറിയും ജഡ്ജിമാരും പരിപൂർണമായും ശുദ്ധരാണെന്ന് ആരും കരുതുന്നില്ല. സമൂഹത്തെ ബാധിച്ച മൂല്യച്യുതിയിൽ നിന്ന് നിയമലോകവും മുക്തമല്ല. സീസർ മാത്രമല്ല, സീസറിന്റെ ഭാര്യയും സംശയാതീതയായിരിക്കണമെന്ന തത്വം ജനങ്ങൾക്ക് മാത്രമല്ല കോടതികൾക്കും ബാധകമാണെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 13ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം
നാളെ തുടക്കം. ഗവർണർ പി സദാശിവത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ ചടങ്ങുകൾ ആരംഭിക്കുക. ആകെ 14 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അവസാന ബജറ്റും അവതരിപ്പിക്കും. അതേസമയം സോളാർ ബാർ കോഴ വിഷയങ്ങളിലുള്ള ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധവും സഭ പ്രക്ഷുബ്ധമാക്കിയേക്കും. 13ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിനാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമാകുന്നത്. രാവിലെ 9 മണിക്കാണ് ഗവർണർ പി സദാശിവം നയപ്രഖ്യാപന പ്രസംഗം നടത്തുക. ഫെബ്രുവരി 5 മുതൽ 25 വരെ ആകെ 14 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പ്രധാനമായും ബഡ്ജറ്റ് അവതരണവും വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കലുമാണ് സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. ഫെബ്രുവരി 8-ന് അന്തരിച്ച മുൻ സ്പീക്കർ AC ജോസിന് ആദരാഞ്ജലി അർപ്പിക്കും. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത് 9-നാണ്. ഫെബ്രുവരി 12-ന് ബജറ്റ് അവതരണം നടക്കും. തുടർന്ന് ബജറ്റിന്മേൽ ചർച്ചയുമുണ്ടാകും. 13ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനമായതിനാൽ ബജറ്റ് അവതരണത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താനൊരുങ്ങുകയാണ് ധനമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി. പക്ഷേ സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം മുതൽക്കേ ശക്തമായ പ്രക്ഷോഭം സഭയ്ക്കകത്തും പുറത്തും സംഘടിപ്പിക്കാൻ LDF തയ്യാറെടുക്കുന്നു. സോളാർ കേസിലെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിലെത്തുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകും. ബാർക്കോഴയിൽ ആരോപണ വിധേയരായ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയുടെയും VS ശിവകുമാറിൻ്റെയും രാജിയും പ്രതിപക്ഷത്തിന്റെ മറ്റൊരായുധമാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗ ദിനത്തിൽ തന്നെ സഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ അരങ്ങേറുമെന്നത് പറയാതെ വയ്യ. സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുമ്പോൾ അതിനെ ഏത് രീതിയിൽ ഭരണപക്ഷം പ്രതിരോധിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ അവസാന സഭാ സമ്മേളനമാണ് ഇക്കുറി നടക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സഭ പ്രക്ഷുബ്ധമാകും എന്നതിൽ തർക്കമില്ല. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനൂർ. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പിന് കനത്ത സുരക്ഷ ഒരുക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി ചർച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കമ്മീഷൻ അറിയിച്ചതാണ് ഇക്കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുൻനിര നേതാക്കൾ മത്സരിക്കും. ഇത്തവണ മത്സരിക്കുന്നത് ജയിക്കാനും ഭരിക്കാനുമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അവകാശപ്പെട്ടു. BJPയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം ഒരാഴ്ചയ്ക്കകം പുറത്തുവരുമെന്നും കുമ്മനം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം കൊച്ചിയിൽ സംസാരിക്കുകയായിരുന്നു കുമ്മനം. ലോകത്തെ ഭീതിയിലാഴ്ത്തി സിക്ക വൈറസ് കൂടുതൽ ഇടങ്ങളിലേക്ക്. ഇന്ത്യയിൽ വൈറസ് പടർന്നു പിടിക്കാൻ കൂടുതൽ സാധ്യത കേരളത്തിലും തമിഴ്നാട്ടിലുമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം സിക്ക നേരിടാനുള്ള വാക്സിനുകൾ കണ്ടെത്തിയതായി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അവകാശപ്പെട്ടു. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി തുടങ്ങിയവ പരത്തുന്ന ഈഡിസ് ഈജിപ്തി കൊതുകുകൾ തന്നെയാണ് സിക്ക വൈറസും വ്യാപിപ്പിക്കുന്നതെന്നതാണ് ഇന്ത്യയെ ആശങ്കയിലാക്കുന്നത്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ സിക്ക വൈറസ് ബാധിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കൊതുകുകൾ പെരുകാൻ സാധ്യതയുള്ള കാലാവസ്ഥയായതിനാൽ ഇരു സംസ്ഥാനങ്ങളോടും ജാഗ്രത പാലിക്കാനും മന്ത്രാലയത്തിന്റെ നിർദ്ദേശമുണ്ട്. ഒപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും ഇരു സംസ്ഥാനങ്ങളോടും മന്ത്രാലയം ആവശ്യപ്പെട്ടു. നാഡീവ്യൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്ന വൈറസാണ് സിക. വൈറസ് ബാധ ശക്തമായാൽ മരണം വരെ സംഭവിക്കാം. ഡെങ്കി വൈറസിന്റെ കുടുംബത്തിൽപ്പെടുന്ന സികയ്ക്കും ഡെങ്കിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. അതേസമയം ലോകത്തെ ഭീതിയിലാക്കിയ സിക വൈറസിനെതിരെ 2 വാക്സിനുകൾ കണ്ടുപിടിച്ചതായി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അവകാശപ്പെട്ടു. ഹൈദരാബാദിലെ ഭാരത് ബയോടെക് ഇന്റർനാഷണലാണ് സിക വാക്സിൻ കണ്ടുപിടിച്ചതായി അവകാശവാദം ഉന്നയിച്ചത്. ഇവ പേറ്റന്റിനായി സമർപ്പിച്ചിരിക്കുകയാണെന്ന് ഭാരത് ബയോടെക് ചെയർമാൻ ഡോക്ടർ കൃഷ്ണയല്ല അറിയിച്ചു. വൈറസ് ബാധയുള്ള കൊതുകിന്റെ കടിയേൽക്കുന്ന അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുക്കളിലേക്ക് വൈറസ് പകരുമ്പോഴാണ് ഗുരുതര പ്രശ്നങ്ങളുണ്ടാകുന്നത്. പിറക്കുന്ന ശിശുക്കളുടെ ശിരസ് ചുരുങ്ങിപ്പോകുന്നതാണ് പ്രധാന രോഗലക്ഷണം. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ കടന്ന് യൂറോപ്പിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പകരുന്ന സിക വൈറൽ പനി നേരിടാൻ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ മാത്രം 40 ലക്ഷത്തോളം പേർ രോഗബാധയുടെ ഭീഷണിയിലാണ്. 24 രാജ്യങ്ങളിൽ ഇതിനകം സിക വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഇന്നലെ അന്തരിച്ച ജസ്റ്റിസ് പരിപൂർണന്റെ മൃതദേഹത്തോട് സംസ്ഥാന സർക്കാരിന്റെ അനാദരവ്. സംസ്കാരം നടന്നത് ഔദ്യോഗിക ബഹുമതികൾ ഇല്ലാതെ. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങിയില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് പരിപൂർണന്റെ മൃതദേഹത്തോട് കാട്ടിയ അനാദരവിനെതിരെ വ്യാപക പ്രതിഷേധം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. എറണാകുളത്ത് ഉജ്ജ്വലമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ വിവരങ്ങളുമായി ജാഥയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എറണാകുളം ജില്ല പൂർത്തിയാക്കി ഇടുക്കിയിലേക്ക് പ്രവേശിച്ചോ? ഇപ്പോൾ എവിടെയാണ് നവകേരള മാർച്ച്? അജിംഷാദ്, എറണാകുളം ജില്ലയിലെ അവസാന സ്വീകരണ കേന്ദ്രമായ കോതമംഗലത്ത് ലഭിച്ച അങ്ങേയറ്റം ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങി അല്പസമയത്തിനകം
ജാഥ ഇടുക്കി ജില്ലാ അതിർത്തിയിൽ പ്രവേശിക്കും. ജില്ലാ അതിർത്തിയിൽ CPM നേതാക്കളായ MM മണി, KK ജയചന്ദ്രൻ MLA എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയിൽ ആയിരക്കണക്കിന് ആളുകൾ ജാഥയെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിലാണ് ആദ്യ സ്വീകരണം. ഇന്ന് രാത്രിയോടെ ആദ്യ സ്വീകരണ കേന്ദ്രം അവസാനിപ്പിച്ച് നാളെ ഇടുക്കി ജില്ലയിലെ 4 സ്വീകരണ കേന്ദ്രങ്ങളിൽ കൂടി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇടുക്കി ജില്ലയിലെ പര്യടനം അവസാനിപ്പിക്കുന്ന തരത്തിലാണ് സ്വീകരണ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് എറണാകുളം ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ പിറവത്തും മൂവാറ്റുപുഴയിലും കോതമംഗലത്തുമായിരുന്നു ഇന്ന് ഇതിനകം ജാഥയ്ക്ക് സ്വീകരണം ലഭിച്ച കേന്ദ്രങ്ങൾ. വലിയ ആവേശകരമായ സ്വീകരണമായിരുന്നു എല്ലാ കേന്ദ്രങ്ങളിലും ലഭിച്ചത്. സോളാർ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വം അതിനോട് സ്വീകരിച്ചിരിക്കുന്ന നിസ്സംഗ നിലപാടിനെ കുറിച്ച് അതിനിശ്ചിതമായ വിമർശനമാണ് പിണറായി നടത്തിയത്. വൃത്തികേട് കാണിക്കുന്നത് അധിക യോഗ്യതയായി കാണുന്നവരുടെ പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നാണ് പിണറായി ആരോപിച്ചത്. ഒരു ധാർമ്മികതയും അവകാശപ്പെടാനില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നും പിണറായി പറഞ്ഞു. ഏതായാലും വലിയ ആവേശകരമായ സ്വീകരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വടക്കൻ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലഭിച്ച അതുപോലെ തന്നെയുള്ള ആവേശകരമായ സ്വീകരണമാണ് എറണാകുളവും പിണറായിക്കായി കാത്തുവച്ചിരുന്നത്. ഇപ്പോൾ കോതമംഗലത്തെ അവസാന സ്വീകരണ കേന്ദ്രത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ജനസമുദ്രമാണ് പിണറായി വരവേൽക്കാൻ എത്തിയത്. ഇപ്പോൾ തന്നെ തൊടുപുഴയിൽ യോഗ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ മറ്റ് ജാഥാംഗങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ജാഥ ഇടുക്കി ജില്ലാ അതിർത്തി പ്രവേശിച്ച് തൊടുപുഴയിലേക്ക് എത്തും. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള മാർച്ച് എറണാകുളം ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ ഇടുക്കിയുടെ അതിർത്തി പ്രവേശിക്കും. പ്രൗഢോജ്വലമായ സ്വീകരണങ്ങളാണ് എറണാകുളം ജില്ലയിൽ മുൻ ജില്ലകളെപ്പോലെ തന്നെ നേരിട്ടതെന്നും ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തി തിരിച്ചറിയൽ കാർഡ് നൽകാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചി റിഫൈനറിയിലെയും മറ്റ് വ്യവസായശാലകളിലെയും തൊഴിലാളികളുമായി അദ്ദേഹം സംവാദവും നടത്തി. കൊച്ചി റിഫൈനറിയിലെയും സമീപത്തെ മറ്റ് വ്യവസായശാലകളിലെയും ഇതര സംസ്ഥാന തൊഴിലാളികളുമായി നവകേരള മാർച്ച് നായകൻ പിണറായി വിജയൻ സംവദിച്ചു. താമസം, തൊഴിൽ സുരക്ഷ, ചികിത്സ തുടങ്ങിയ കാര്യങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിലാളികൾ വിശദീകരിച്ചു. क्योंकि हम लोग का कोई भी फैसिलिटी यहाँ पे नहीं मिलता है। हर कुछ का हम लोग का यहाँ आपका सहारा हम यूनियन भाई से लेते हैं हम लोग का. ജനറൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറി TG പ്രേംദാസ് പരിഭാഷപ്പെടുത്തി. ഒരേ തൊഴിലിന് ഭാഷ നോക്കി വിവിധതരം വേതന നടപ്പാക്കുന്ന കങ്കാണി സമ്പ്രദായം അവസാനിപ്പിക്കാൻ ഇടതുപക്ഷം നടപടി സ്വീകരിക്കുമെന്ന് മറുപടി പ്രസംഗത്തിൽ പിണറായി വിജയൻ വ്യക്തമാക്കി. ഇതര സംസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യാനും സംരക്ഷിക്കാനുമുള്ള നടപടി സംസ്ഥാന ഗവൺമെൻറ് തന്നെ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ഞങ്ങൾ കാണുന്നത്. സാധാരണ നിലയ്ക്ക് ഇവിടെ നടപ്പിലുള്ള കൂലി ഈ തൊഴിലാളിക്കും ലഭ്യമാകേണ്ടതായിരുന്നു. കങ്കാണി സമ്പ്രദായം അവസാനിച്ചതാണെങ്കിലും പുതിയ തരത്തിലുള്ള കങ്കാണിമാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നത് സമൂഹം തന്നെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കാം, അതിന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ചടങ്ങിൽ കൊച്ചി റിഫൈനറി വർക്കേഴ്സ് അസോസിയേഷന്റെ സിൽവർ ജൂബിലിയുടെ ലോഗോ അദ്ദേഹം പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിലുള്ള 20-അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. മിഡ്ഫീൽഡറായ സിബിൻ ലാലാണ് ക്യാപ്റ്റൻ. ടീമിൽ 4 പുതുമുഖങ്ങളുണ്ട്. പരിചയസമ്പന്നതയ്ക്കാണ് ഇക്കുറി മുൻഗണന നൽകിയിരിക്കുന്നതെന്ന് കോച്ച് നാരായണ മേനോൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SBTയിൽ നിന്നും 9 പേർ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഈ മാസം 9-ന് ചെന്നൈയിലാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. കേരളം 9-ന് ആൻഡമാൻ നിക്കോബാറുമായാണ് ആദ്യ മത്സരം നടത്തുന്നത്. പരിചയസമ്പന്നതയ്ക്കാണ് ഇക്കുറി ടീമിൽ സ്ഥാനം. 20-അംഗ ടീം സന്തോഷ് ട്രോഫി കളിച്ച പരിചയസമ്പന്നരും അതില്ലാത്ത 4 പേരിൽ 2 പേർ ഐ ലീഗിൽ സാന്നിധ്യം അറിയിച്ചവരുമാണ്. ഗോൾ കീപ്പർമാരായി 3 പേർ ടീമിൽ ഇടം നേടി. പ്രതിരോധ മധ്യനിരയും മുന്നേറ്റ നിരയും ഏതു വെല്ലുവിളിയും നേരിടാൻ കഴിയുന്നതാണെന്ന് ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ചീഫ് കോച്ച് നാരായണ മേനോൻ പറഞ്ഞു. SBTയുടെ 9 താരങ്ങൾ ടീമിൽ ഇടം നേടിയപ്പോൾ KCBയിൽ നിന്നും ബെസേലിയസ് കോളേജിൽ നിന്നും 2 പേർ വീതം ടീമിൽ എത്തി. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കേരളത്തിന് ഇക്കുറി കഴിയുമെന്ന് ക്യാപ്റ്റൻ ഷിബിൻ ലാൽ പറഞ്ഞു. ടീം കഴിഞ്ഞ വർഷം എല്ലാം കൊണ്ടുമ്പോൾ നല്ല പെർഫോമൻസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം അതേമാതിരി തമിഴ്നാടാണ് ഒരു ടഫായിട്ടുള്ള ടീം. അപ്പോൾ അവരെ നാട്ടിൽ പോയിട്ട് അവർ കളിക്കാൻ കുറച്ച് ക്രൂഷ്യലാണ്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നു. ടീം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം 2 പ്രാക്ടീസ് മാച്ച് കളിച്ചാലും നന്നായിട്ട് കളിക്കുന്നുണ്ട് ടീം.
ഉദ്ഘാടന ദിവസം തന്നെയാണ് കേരളത്തിൻ്റെ ആദ്യ മത്സരം. ആൻഡമാൻ നിക്കോബറാണ് എതിരാളികൾ. തെലങ്കാനയും തമിഴ്നാടുമാണ് ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ. മുൻ ചാമ്പ്യന്മാരായ കേരളത്തിൻ്റെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായുള്ള പ്രകടനം ശരാശരി മാത്രമാണ്. ഇക്കുറി അത് മാറ്റിയെഴുതുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.